ലോകസ്ഥാപനത്തിന് മുമ്പേ പ്രിയനായവനിൽ നമ്മെ തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് നമ്മെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കയാൽ അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാലസമ്പൂർണതയിൽ ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ്റെ സകല ശാപങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും ആദരവോടെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും കൃപയുമൊക്കെ അനുഭവിപ്പാൻ ഇതുവരെ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം. മുഖവരിയിൽ ഓർപ്പിച്ചതുപോലെ ആത്മീയ വിഷയങ്ങളിൽ ആരോഗ്യമുള്ളവരും ദൈവവിഷയത്തിൽ ധനവാന്മാരുമായി നാം മാറേണ്ടതിന്, നിത്യതയുടെ ശരിയായ ദർശനമുള്ളവരായി നാം തീരേണ്ടതിന്, പൂർണ്ണമായും നമ്മെ തന്നെ ദൈവത്തിന് തീരെഴുതി കൊടുക്കുന്ന സമർപ്പണാവസ്ഥയിൽ നാം ആകേണ്ടതിന് കർത്താവ് നമുക്കേവർക്കും കൃപ ചെയ്യട്ടെ. പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള നമ്മുടെ സംസാര സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ യേശു എന്ന കർത്താവിൻ്റെ പൂർണ്ണ വകയായി നമ്മൾ തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മെ കാണുന്നത് മക്കൾ എന്ന നിലയിലാണ്. യേശു കർത്താവ് യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ ഇനിയും നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല, പകരം സ്നേഹിതന്മാരെന്നേ വിളിക്കുന്നുള്ളൂ. കാരണം യജമാനൻ എന്ത് ചെയ്യുന്നുവെന്ന് ദാസൻ അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇനി ആരല്ല, ദാസന്മാരല്ല, എൻ്റെ സ്നേഹിതന്മാരാണ്. സ്നേഹിതന്മാർ എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നവരെന്നാണ് ഇവിടുത്തെ അർത്ഥം. ഒന്നും മറവില്ലാതെ അറിയിക്കുന്നവർ. അപ്പനോടും അമ്മയോടും ഭാര്യയോടും ഭർത്താവിനോടും പോലും പറയാത്തതൊക്കെ സ്നേഹിതന്മാർ തമ്മിൽ പങ്കുവയ്ക്കാറുണ്ട്. ചിലപ്പോൾ പറയും, ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പൊ ഹൃദയങ്ങൾ അഥവാ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നവരാണ് സ്നേഹിതർ. ആ നിലയിൽ കർത്താവ് നമ്മെ സ്നേഹിതന്മാരെന്ന വിളിക്കുന്നത്. മക്കളെന്ന പദവിയിലാണ് ദൈവം നമ്മെ കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ നമ്മൾ സഹോദരന്മാരാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന വിഷയത്തോടും അനുബന്ധിച്ച് നമ്മളെ പറഞ്ഞു വന്ന വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഇപ്പോൾ ദൈവം നമ്മെ മക്കളാക്കി തീർത്തു. യേശുക്രിസ്തുവിന് നമ്മൾ സ്നേഹിതന്മാരുമാണ്. ദൈവമക്കളായതുകൊണ്ട് യേശുക്രിസ്തുവിന് നമ്മൾ സഹോദരങ്ങളുമാണ്. അതെല്ലാം ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന പദവികൾ, ദൈവം നമ്മെ കാണുന്ന ബന്ധങ്ങൾ. എന്നാൽ അതിനൊരു മറുഭാഗമുണ്ട്. നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഭാഗം. നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന് വെച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഏറ്റവും താഴത്തെ പടിയിലാണ്. ദൈവം നമ്മെ കാണുന്നത് ഏറ്റവും ഉയർന്ന പടിയിലും, നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും താഴത്തെ പടിയിലും. ആ താഴത്തെ പടിയാണ് അടിമകൾ എന്നുള്ളത്. അടിമകൾ, ഡൂലോസ് എന്ന് ഗ്രീക്കിൽ പറയും. ഡൂലോസ്. രണ്ടു തരം ദാസന്മാരുണ്ട്. ഒന്ന് ഹയർലിങ്സ് ഉണ്ട്, വാടകയ്ക്ക് അല്ലെങ്കിൽ കൂലിക്കെടുക്കുന്നവരുണ്ട്.
they can easily change their masters, employers. അങ്ങനെ കൂലിക്കാരായ ദാസന്മാർക്ക് അവരുടെ യജമാനന്മാരെയോ തൊഴിലിനെയോ എപ്പോൾ വേണമെങ്കിലും മാറ്റാം. സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. എബ്രഹാം ജോസഫ് പാസ്റ്ററിന്റെ കൂലിക്കാരനാണ് ഞാനെങ്കിൽ എനിക്ക് എപ്പോൾ വേണേലും അദ്ദേഹത്തെ വിട്ടിട്ട് പോകാം. വേണമെങ്കിൽ ഞാൻ ചെയ്ത ജോലിയുടെ കൂലി പോലും വേണ്ടെന്ന് വെച്ച് എനിക്ക് യജമാനനെ മാറ്റാം. എന്നാൽ ബാബുവങ്കിളിന്റെ ഡൂലോസ് ആണ് ഞാനെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വകയാണ്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ പോലെ, അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ പോലെ, അദ്ദേഹത്തിൻ്റെ ഒരു വളർത്തു മൃഗം പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ വകയാണ്. ഐ ഹാവ് നോ ഫ്രീഡം ടു ചേഞ്ച് മൈ മാസ്റ്റർ. എനിക്ക് യജമാനനെ മാറ്റാനുള്ള അവകാശമോ സ്വാതന്ത്ര്യമോ ഇല്ല. സ്തോത്രം. നമ്മൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ അതിൽ രണ്ടാമത്തെ കൂട്ടരാണ് ബോണ്ട് സെർവൻസ്, സ്ലേവ്സ്, ടോട്ടൽ പൊസഷൻ ഓഫ് ദ മാസ്റ്റർ. യജമാനന്റെ പൂർണ്ണമായ വക. സ്തോത്രം. വേറെ ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്തവർ. കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട്, ജീവന്റെ വഴിയോ മരണത്തിന്റെ വഴിയോ ഒക്കെ തിരഞ്ഞെടുക്കാൻ. പക്ഷെ നമ്മൾ, ഇറ്റ്സ് എ വോളണ്ടിയർ കമ്മിറ്റ്മെന്റ് ബൈ റെക്കഗ്നൈസിങ് that we are bought with a price more than we deserve. നമുക്ക് യോഗ്യമായതിലും അധികം വിലയ്ക്ക് നാം വാങ്ങപ്പെട്ടവരാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി ഒരു വില മുടക്കിയിട്ടുണ്ട്. അത് നമുക്ക് അർഹമായതിലും അധികമായ വിലയാണ് എന്ന തിരിച്ചറിവിൽ നമ്മൾ നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്ന അവസ്ഥയാണ് ഈ ബോണ്ട് സെർവൻറ്റ് അല്ലെങ്കിൽ ഡൂലോസ്, അടിമകൾ എന്നുള്ളത്. സ്തോത്രം. അടിമകൾ എന്നുള്ളത് ആ ഒരു അവസ്ഥയിൽ കാര്യങ്ങളെ ഗ്രഹിച്ച് നാം ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. യേശുവിനെ കർത്താവെന്ന് നമ്മൾ പറയുന്നെങ്കിൽ അർത്ഥം ഇതാണ്: ഞാൻ ആ കർത്താവിൻ്റെ അടിമയാണ്. വെറും ദാസനല്ല, അടിമ. മറ്റേ ദാസന് കൂലിക്കർഹതയുണ്ട്. ഏതാ? സെർവൻറ്റിന്. വെറും ദാസന് കൂലിക്കർഹതയുണ്ട്. പക്ഷേ അടിമയ്ക്ക് കൂലിക്കും അർഹതയില്ല. സ്തോത്രം. കൂലിക്കും അർഹതയില്ല എന്ന് വെച്ചാൽ ഒന്നും അവകാശപ്പെടാൻ കഴിയാതെ ഞാൻ പൂർണ്ണമായും അവിടുത്തെ അവകാശമാണ് എന്ന നിലപാട് ഉള്ളവരാണ് യഥാർത്ഥത്തിലെ ദാസന്മാർ. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം കഴിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവിന് സ്തോത്രം. പിന്നെയും നമ്മെ തന്നെ ഈ ദൈവത്തിൻ്റെ കരങ്ങളിൽ, ഈ ദൈവത്തിൻ്റെ വകയായി സമർപ്പിക്കാം. സ്തോത്രം. We belong to him because of the price paid for us, because of the purchase. നമ്മെ വലിയ വില കൊടുത്ത് വാങ്ങിയതുകൊണ്ട്. 1 കൊരിന്ത്യർ 6:19-20 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ലെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു.
സ്തോത്രം. We are bought with a price, and therefore we don't belong to ourselves. നാം നമുക്കുള്ളവർ അല്ല, നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു. ഈ ചിന്തയോടുകൂടെ നമുക്ക് നമ്മൾ പഠിക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കാം. സ്തോത്രം. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്നും കൂടെ വായിക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും കണ്ടതുപോലെ 3-ാമത്തെ അധ്യായത്തിൽ വിശേഷിച്ച് 1 തൊട്ട് 6 വരെ അപ്പോസ്തോലൻ പറയുന്നത് യഹൂദന്മാർക്ക് അതിശ്രേഷ്ഠനായ മോശയേക്കാൾ നമ്മുടെ കർത്താവായ യേശു ശ്രേഷ്ഠൻ എന്നതാണ്. സ്തോത്രം. പിതാക്കന്മാരെക്കാളും പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും യേശു ശ്രേഷ്ഠനാണെന്ന് ഇതിനോടകം തെളിയിച്ചു. യേശുക്രിസ്തു തൻ്റെ താഴ്ചയിൽ പോലും മറ്റേവരെക്കാളും ശ്രേഷ്ഠനായി എന്ന് 2-ാം അധ്യായം തെളിയിച്ചു കഴിഞ്ഞു. എന്നിട്ട് 3-ാം അധ്യായത്തിലേക്ക് വന്ന അപ്പോസ്തലൻ പറയുന്നു, യഹൂദന്മാരുടെ തലത്തൊട്ടപ്പനായ, യഹൂദന്മാർക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് വചനം വാങ്ങിക്കൊടുത്തവനായ മോശയെപ്പോലും യേശുവിനേക്കാൾ താഴ്ന്നവനായി, അല്ലെങ്കിൽ ഈ മോശയെക്കാളും യേശു ഉയർന്നവനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ വിവിധ വശങ്ങളാണ് ഈ 6 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമായി 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു നമ്മെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ്, സെൽഫ് ഐഡന്റിറ്റി ഓഫ് എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യാനി ആരെന്ന് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നമ്മൾ ഇന്നലെ ചിന്തിക്കുകയായിരുന്നു. 1, വിശുദ്ധ സഹോദരന്മാർ. അതിനെ നമുക്ക് പിരിച്ചു പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി വിശുദ്ധനാണ്. യേശുക്രിസ്തുവിനും അപ്പോൾ തന്നെ നാം തമ്മിലും സഹോദരങ്ങളാണ്. 3, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. സ്തോത്രം. ഇന്നലെ നമ്മളതാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്നുള്ളതും നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. അതുകൊണ്ട് 2-ാം അധ്യായം വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ക്രോഡീകരിച്ച് അവയ്ക്കൊരു ഉപസംഹാരം എന്ന നിലയിലാണ് അതുകൊണ്ട് എന്ന പ്രയോഗം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാർ. വിശുദ്ധം എന്നതിൻ്റെ അർത്ഥവും നമ്മൾ ഇന്നലെ നേരത്തെ കണ്ടിട്ടുള്ളത്, ഇന്നലെ ഒന്നും കൂടെ പറഞ്ഞു വിട്ടു. പരിശുദ്ധനായ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവർ. നമ്മൾ വിശുദ്ധ സഹോദരന്മാർ. നമ്മൾ വസ്തുക്കളല്ല, വ്യക്തികളായതുകൊണ്ട് ദൈവത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ വിശുദ്ധമായ ഉപയോഗത്തിന് വേണ്ടി, 3 ഉദ്ദേശത്തിന് വേണ്ടി, 4 ആഗ്രഹങ്ങൾക്ക് വേണ്ടി. സ്തോത്രം. വേർതിരിക്കപ്പെട്ട അവസ്ഥ. സ്തോത്രം. അപ്പോൾ നമ്മൾ വിശുദ്ധ സഹോദരന്മാർ എന്ന നിലയിൽ
ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരാണ്. ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരാണ്. വേറെ ആരുമല്ല നമ്മളെ വേർതിരിച്ചത്, ദൈവം തന്നെയാണ്. വേറെ ആർക്കും വേണ്ടിയല്ല, ദൈവത്തിനായിട്ട് തന്നെയാണ്. അപ്പോൾ ദൈവത്താലും ദൈവത്തിനായും ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഉപയോഗത്തിനായും ലക്ഷ്യത്തിനായും ഉദ്ദേശങ്ങൾക്കായും സ്തോത്രം, മഹത്വത്തിനായും വേർതിരിക്കപ്പെട്ടവർ. ഇതാണ് വിശുദ്ധർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സിൻസ് the Bible calls us saints, holy, that means we are set apart by God, for God, for the holy purposes of God, for God's will, God's glory. God's glory. Stotra. So then, therefore, consecrated and set apart for God. Consecrated and set apart for God. ഇങ്ങനെ മാറ്റി വച്ചിരിക്കുക, വേർതിരിച്ചു വച്ചിരിക്കുക. വേർപാട്. സ്തോത്രം. വിശുദ്ധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ കണ്ടതല്ല, ഓർമ്മപ്പെടുത്തലായിരുന്നു. വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിലൊന്ന് ഹാഗിയോസ് അല്ലെങ്കിൽ ഹാഗിയോസ്മോസ് എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട്, വേർതിരിക്കുക, വേർപാട് എന്ന് പെന്തക്കോസ്ത് ഉപദേശം അനുസരിച്ച് പറയാം. 2, ഡിഫറെന്റ്, നോട്ട് ഓൺലി സെപ്പറേറ്റ് ബട്ട് ഓൾസോ ഇറ്റ് ഷുഡ് ബി ഡിഫറെന്റ്, വ്യത്യാസവും കൂടെ കാണണം. 3ാമതായി നമ്മൾ കണ്ടു വിശുദ്ധിയുടെ വിപരീത പദം എന്താണെന്ന്. സാമാന്യം അല്ലെങ്കിൽ കോമൺ അഥവാ ഓർഡിനറി എന്നാണ്. സാമാന്യം. നമ്മളത് യെഹെസ്കേൽ 42:20 നിന്നും 44:23 നിന്നുമൊക്കെ കണ്ടതാണ്. സ്തോത്രം. ഇപ്പം വ്യത്യാസം. മറ്റൊന്ന് അതിൻ്റെ വിപരീതം എന്ന് പറയുന്നത് സാധാരണം, സാമാന്യം, ഓർഡിനറി, കോമൺ എന്നൊക്കെ പറയും. ഈ 3 പദങ്ങളും ആശയങ്ങളും വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഇവിടെ നമ്മൾ കാണുന്നു വിശുദ്ധ സഹോദരന്മാർ. വിശുദ്ധ സഹോദരന്മാർ. ബ്രദറൻ കോൺസിക്രേറ്റഡ് ആൻഡ് സെറ്റ് അപ്പാർട്ട് ഫോർ ഗാഡ്. സ്തോത്രം. നാം വിശുദ്ധന്മാരാണോ? അതെ എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു. അതെ. സ്തോത്രം. പക്ഷേ എങ്ങനെയല്ല? എങ്ങനെയല്ല നമ്മൾ വിശുദ്ധന്മാരായിരിക്കുന്നത്? നോട്ട് പെർഫെക്റ്റ് ഇൻ ഹോളിനെസ്. Yeah. Not practically holy. Yes, not practically holy. One more thing I just want to add. We have not
become holy. We have not become holy. നാം വിശുദ്ധന്മാരായി തീർന്നവരുമല്ല. നാം വിശുദ്ധന്മാരാണോ? അതെ, അതെ. കൊരിന്തിലെ സഭയെ വരെ പൗലോസ് വിളിക്കുന്നത് വിശുദ്ധന്മാർ എന്ന നിലയിലാണ്. പക്ഷേ ഈ 3 കാര്യങ്ങൾ ഓർക്കുക. നാം ആരും വിശുദ്ധിയിൽ തികഞ്ഞവരല്ല. 2, പ്രായോഗികമായി നാം വിശുദ്ധരെന്നോ പൂർണ്ണരെന്നോ ഇതിനർത്ഥമില്ല. 3, നാം ആരും വിശുദ്ധന്മാർ ആയവരല്ല. പിന്നെ വിശുദ്ധന്മാർ ആകുവാൻ Positionally വിളിക്കപ്പെട്ടവർ. sanctified. ആകുവാൻ വിളിക്കപ്പെട്ടവരാണ് അതിന്റെ ആദ്യ ഭാഗം. Positionally sanctified in Christ Jesus. പൊസിഷണലി സാങ്ക്ടിഫൈഡ് ഇൻ ക്രൈസ്റ്റ്. അഥവാ നാം വിശുദ്ധർ അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, വിശുദ്ധന്മാരായവരല്ല. പകരം നാം വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ആ വിശുദ്ധീകരണം നടന്നത് ക്രിസ്തുവിൽ പൊസിഷണലി. സ്തോത്രം. We have not become holy by our own efforts. It's not earned. It's not earned. Also, it is not imputed. Both. Not earned, not imputed. It is real. It's but real. വിശുദ്ധീകരണം അല്ലെങ്കിൽ വിശുദ്ധി എന്നത് ഒന്നും നമ്മൾ നേടിയെടുത്തതല്ല. ഇപ്പോൾ നമ്മൾ വിശുദ്ധന്മാരെന്ന് പറയുന്നത് നമ്മൾ പ്രായോഗികമായി വിശുദ്ധിയുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് നേടിയെടുത്തത് അല്ല. പിന്നെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. സ്തോത്രം. വിശുദ്ധീകരിക്കപ്പെട്ടത് അഥവാ നമ്മെ വിശുദ്ധീകരിച്ചതുകൊണ്ട് നമ്മൾ ഇന്ന് വിശുദ്ധന്മാരായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മെറിറ്റ് കൊണ്ട്, നമ്മുടെ യോഗ്യത കൊണ്ട് വാങ്ങിയതോ നമുക്ക് ലഭിച്ചതോ അല്ല ഈ വിശുദ്ധി. ഇറ്റ്സ് നോട്ട് ഹ്യൂമൻ എഫർട്ട്. സ്തോത്രം. നമ്മൾ നമ്മുടെ പ്രാപ്തി കൊണ്ട് നേടിയെടുത്തതല്ല. 2, നമ്മൾ മറ്റേതെങ്കിലും തരത്തിൽ ആർജിച്ചെടുത്തതല്ലത്. പകരം ദൈവം നമുക്ക് നൽകിയ വിശുദ്ധീകരണമാണ്. നമ്മെ വിശുദ്ധീകരിച്ചു. എന്നാൽ ഇതെന്തല്ല, നമ്മൾ നേടിയതുമല്ല, ദൈവം നമ്മുടെ പേരിൽ കണക്കിട്ടതുമല്ല. സ്തോത്രം. ഈസ് നീദർ ഏൺഡ് നോർ ഇംപ്യൂട്ടഡ്. നമ്മളിത് സ്വപ്രയത്നത്താൽ നേടിയെടുത്തതുമല്ല, ദൈവം നമ്മുടെ പേരിൽ അങ്ങ് കണക്കിട്ടതുമല്ല. ഇറ്റ്സ് റിയൽ, ലിറ്ററൽ. ഇവിടെയാണ് ഇതിൻ്റെ പ്രസക്തി. അതായത്
നീതി നമ്മുടെ പേരിൽ അങ്ങ് കണക്കിടുകയായിരുന്നു. ജസ്റ്റിഫിക്കേഷൻ വാസ് ജസ്റ്റ് എ ഡിക്ലറേഷൻ. He is no more a sinner. He is considered as my holy son. നീതീകരണത്തിൽ വരുന്നത് ഈ വ്യക്തി എൻ്റെ പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് ഇവനെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്നു. ദാറ്റ്സ് എ ഡിക്ലറേഷൻ. എന്നാൽ അതിനാണ് ഇംപ്യൂട്ടേഷൻ എന്നോ ഡിക്ലറേഷൻ എന്നോ പറയുന്നത്. കണക്കിടുക. അതിനു പകരം വിശുദ്ധിയോ നോട്ട് ഇംപ്യൂട്ടഡ്. സ്തോത്രം. പകരം അത് റിയലാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. നമുക്ക് വിശുദ്ധിയുടെ പാതയിൽ ഓടേണ്ടതിന് യേശുക്രിസ്തുവിലോട്ട് നമ്മെ ഇറക്കി നിർത്തി മുക്കി കയറ്റിവിടുന്നു. അതാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. 1 കൊരിന്ത്യർ 1:1 വാക്യം ഒന്നും കൂടെ വായിച്ചോളൂ. 1 Corinthians 1:1. ദൈവ ഇഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സൊസ്തനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയവർക്ക് തന്നെ എഴുതുന്നത്. സ്തോത്രം. അതിൻ്റെ ആ ഇടയ്ക്കത്തെ ഭാഗമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. യേശുവിലോട്ട് നമ്മളെ അങ്ങ് ഇറക്കി നിർത്തി വിശുദ്ധീകരിച്ചു. നമ്മുടെ പാപക്കറകളൊക്കെ കഴുകി, പാപത്തിൻ്റെ കുറ്റമൊക്കെ ക്ഷമിച്ചു. സ്തോത്രം. പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി, അറ്റോൺമെന്റ് നടത്തി. പിന്നെ തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മെ വിശുദ്ധീകരിച്ചു. ക്രിസ്തുവിലേക്ക് നമ്മെ ഇറക്കി നിർത്തി സകല പാപക്കറകളും കഴുകിക്കളഞ്ഞു. സ്തോത്രം. അതിനെ യേശു ക്രിസ്തുവിലുള്ള വിശുദ്ധീകരണമെന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടു, നീതിമാന്മാരെന്ന് ദൈവം പ്രഖ്യാപിച്ചു. 2, യേശു ക്രിസ്തുവിൽ ഇറക്കി നിർത്തി നമ്മുടെ പാപക്കറകളെ കഴുകിക്കളഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ വിശുദ്ധന്മാരാണ്. അത് മനസ്സിലായല്ലോ. നമ്മൾ നേടിയതുമല്ല, നമ്മുടെ പേരിൽ കണക്കിട്ടതുമല്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ യേശുവിൽ ഇറക്കി നിർത്തി നമ്മളെ പൊസിഷണലി വിശുദ്ധീകരിച്ചു. ഇനി പ്രായോഗികമായി നമുക്ക് വിശുദ്ധീകരണത്തിൽ വളരേണ്ടതുണ്ട്. നമ്മളതിനെയാണ് പ്രോഗ്രസീവ് ഹോളിനെസ് എന്ന് നേരത്തെ പഠിച്ചത്. അതുകൊണ്ട് അതൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. 2-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ആ കാര്യങ്ങൾ വിശദമായിട്ട് കണ്ടതാണ്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ഇനി ആവശ്യമുണ്ടോ? സ്തോത്രം. കൊലോസ്യർ 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. കൊലോഷ്യൻസ് 1:22.
നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. സ്തോത്രം. ഒന്നും കൂടെ ഒന്ന് വായിക്കാമോ സിസ്റ്ററെ? ഇവിടുത്തെ നെറ്റ്വർക്ക് ഒന്ന് സ്റ്റക്കായിരുന്നു. നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. സ്തോത്രം. നമ്മൾ ഇങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ വിശുദ്ധന്മാരായത്. കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ കണ്ടു, ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടു. അതെങ്ങനെ? ഇവിടെ കൊലോസ് ലേഖനത്തിൽ പറയുന്നു, നമ്മൾ തൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരാകേണ്ടതിന്, നിഷ്കളങ്കരാകേണ്ടതിന് ക്രിസ്തു തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ യാഗത്താൽ നമ്മൾ വിശുദ്ധന്മാർ ആയിത്തീർന്നു. എഫേസ്യർ 1:4, എഫേഷ്യൻസ് 1:4. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. സ്തോത്രം. അവിടെ കണ്ടോ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. പിന്നെ കർത്താവ് ചെയ്ത കാര്യങ്ങളാണ്. പിതാവ് ലോകസ്ഥാപനത്തിന് മുമ്പ് പദ്ധതിയിട്ടതും തിരഞ്ഞെടുത്തതും, പുത്രൻ കാലസമ്പൂർണതയിൽ തൻ്റെ രക്തം ചിന്തിയതും നമ്മെ ദത്തെടുത്തതും ഒക്കെ അവിടെ പറയുന്നു. ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്തുവാ? നാം തിരുസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആയിത്തീരുക. സ്തോത്രം. അതാണ് നാം കൊലോസ് ലേഖനത്തിലും വായിച്ചത്. സ്തോത്രം. കൊലോസ് ലേഖനം 3:12 വാക്യവും കൂടെ, കൊലോഷ്യൻസ് 3:12, 3:12. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ. മതി. അവിടെ നമ്മളെ സംബോധന ചെയ്യുന്നത് കേട്ടോ, ദൈവത്തിന്റെ വ്രതന്മാർ, വിശുദ്ധന്മാർ, പ്രിയർ. സ്തോത്രം. നമ്മുടെ ഐഡന്റിറ്റി, ക്രിസ്തുവിൽ നാം ആര്, ദൈവത്തിന് നാം ആര്. ഇവിടെ നാം കാണുന്നു നാം ആരാണെന്ന്. സ്തോത്രം. ദൈവത്തിൻ്റെ വ്രതന്മാരാണ്. വ്രതന്മാരെന്ന് പറഞ്ഞാൽ representative. ചോസൻ വൺസ്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ചോസൻ വൺസ് എന്ന, തെരഞ്ഞെടുക്കപ്പെട്ടവരെന്നർത്ഥം. സ്തോത്രം. ചോസൻ വൺസ്. AMBCയിൽ his own picked representatives. പിക്ഡ്. അതാണ്, പിക്ഡ് ആണ് വരുന്നത്. പിക്ക് ചെയ്തു. കർത്താവ് നമ്മളെ പിക്ക് ചെയ്തു. സ്തോത്രം. എന്തിനു വേണ്ടിയാ പിക്ക് ചെയ്തേ? ദൈവത്തിന്റെ പ്രതിനിധികളായിരിക്കാൻ. ടു റെപ്രസെന്റ് ഹിം. സ്തോത്രം. അതുകൊണ്ട് അംബാസിഡേഴ്സ് എന്ന നിലയിലേക്ക് വരും. അത് നമുക്ക് അടുത്ത ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ we are picked up ones, the picked ones, the chosen ones, the elect. ചിലയിടത്തൊക്കെ ഇലക്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ഗോഡ്സ് ഇലക്ട്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് വ്രതന്മാരെന്ന് വിളിക്കുന്നത്. വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായവർ ദൈവത്തിന്. ഈ ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മളെ തന്നെ ഈ നിലയിൽ നാം ഒന്ന് മനസ്സിലാക്കണം.
ഈ ഒരു തിരിച്ചറിവ് തന്നെ നമ്മെ ദൈവോന്മുഖരാക്കി തീർക്കും, ക്രിസ്താനുരൂപികളാക്കി മാറ്റും. സ്തോത്രം. അതാണ് എബ്രായ ലേഖന കർത്താവ് നമ്മെ വിളിക്കുന്നത്. നാം വിശുദ്ധ സഹോദരന്മാർ, വിശുദ്ധ സഹോദരന്മാർ. നമുക്കറിയാം, 1 പത്രോസ് 2:9 വാക്യത്തിൽ നമ്മളെക്കുറിച്ച് പറയുന്ന കാര്യം, നമ്മൾ എങ്ങനെയുള്ളവരാണ്? അന്ധകാരത്തിൽ നിങ്ങളുടെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും. കണ്ടോ? വിശുദ്ധ വംശം. സ്തോത്രം. വിശുദ്ധ വംശം. വിശുദ്ധീകരിച്ചത് നമ്മെ സ്വന്തമാക്കാനാണ്. സ്തോത്രം. നമ്മെ സ്വന്തമാക്കാൻ. സ്തോത്രം. വിശുദ്ധ ജനം. നാം ദൈവത്തിന് വിശുദ്ധന്മാരാണ്. ആ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് തന്നെ ഈ കാര്യത്തെ വ്യക്തമാക്കുന്നു. അതാണ് വിശുദ്ധ സഹോദരന്മാർ. സ്തോത്രം. നമ്മൾ പാട്ടുപാടാറുള്ളത് പോലെ എബ്രായ ലേഖനം 10 അധ്യായം അതിൻ്റെ 10 വാക്യം, ഹീബ്രൂസ് 10:10, 10:10. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് ആക്ച്വലാണ്, അങ്ങനെ തന്നെയാണ്, കണക്കിട്ടതല്ല. പക്ഷേ നാം അത് നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ നേടിയെടുത്തതോ നമ്മളായിത്തീർന്നതോ അല്ല. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ, ക്രിസ്തുവേശുവിങ്കലുള്ള വിശ്വാസത്താൽ തന്നെ നാം വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. നമ്മളതുകൊണ്ട് പണ്ട് പറയുമായിരുന്ന 2 പ്രയോഗങ്ങളുണ്ടല്ലോ, ബ്ലഡ് ബോട്ട് ആൻഡ് ബ്ലഡ് വാഷ്ഡ് സെയിൻസ്. പാടാറുള്ളത് പോലെ, ആർ യു വാഷ്ഡ് ഇൻ ദ ബ്ലഡ് ഓഫ് ദ ലാംബ്? കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ? സ്തോത്രം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച ഒരു കൂട്ടരെ കുറിച്ച്, മഹോപദ്രവകാല വിശുദ്ധന്മാരാണെങ്കിൽ കൂടെ അങ്ങനെ ഒരു കൂട്ടരെ കുറിച്ച് വെളിപ്പാട് 7-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ദർശനം കാണിച്ചു കൊടുക്കുന്ന ദൂതൻ യോഹന്നാനോട് ചോദിച്ചു, ഇവരൊക്കെ എവിടുന്ന് വരുന്നവരാണെന്ന് വല്ലതും അറിയാമോ? ഇല്ല. ഇവർ ഭൂമിയിലെ മഹാകഷ്ടത്തിൽ നിന്ന് വരുന്നവരാ. പക്ഷെ കുഞ്ഞാടിന്റെ ചോരയിൽ അവരെന്ത് ചെയ്തിരിക്കുന്നു? തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഇനിയുണ്ട് ഒത്തിരി വാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട്, ഇത്ര മതിയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വിശുദ്ധന്മാരാണ്. കർത്താവ് നമ്മെ വിളിച്ച് യേശുവിൽ വിശുദ്ധീകരിച്ചു. ഇനിയും നമ്മൾ വിശുദ്ധന്മാരാകേണ്ടതിന് നമ്മെ ദൈവം വിളിച്ച് ആക്കി വെച്ചുമിരിക്കുകയാണ്. അതുകൊണ്ടാ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ അഥവാ വിശുദ്ധന്മാരാകേണ്ടതിന് വിളിക്കപ്പെട്ടവർ എന്ന പ്രയോഗം. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ?
ഒന്നുമില്ലല്ലോ. വിശുദ്ധ സഹോദരന്മാരെ, അതിനും വിശദീകരണം ആവശ്യമില്ല. കാരണം 2-ാമത്തെ അധ്യായത്തിൻ്റെ പല വാക്യങ്ങളിൽ നാം ക്രിസ്തുവിൻ്റെ സഹോദരങ്ങൾ എന്ന നിലയിൽ യേശുക്രിസ്തുവിനോട് നമുക്കുള്ള സാഹോദര്യത്തിൻ്റെ അവസ്ഥയിൽ പഠിച്ചതാണ് വിശാലമായി. സ്തോത്രം. നമ്മളെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ യേശുക്രിസ്തു ലജ്ജിക്കുന്നില്ല. നാം ക്രിസ്തുവിൻ്റെ സഹോദരന്മാർ. അതുകൊണ്ട് തമ്മിലും സഹോദരങ്ങൾ. സ്തോത്രം. അപ്പോൾ സഹോദരന്മാരെ കുറിച്ചും അധികം അവിടെ പറയേണ്ടതില്ലല്ലോ. 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽക്ക് ഇങ്ങ് താഴെ വരെ ഏതാണ്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ആ കാര്യങ്ങൾ കണ്ടതാണ്. എന്നിട്ടും എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുന്നില്ലെങ്കിൽ പോവുകയാണ്. രണ്ടിൻ്റെ 17-ാം വാക്യം വരെ സഹോദരന്മാരെ കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വിശദീകരണം പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ അവിടെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, 3-ാമത്തെ കാര്യമാണ് അവിടെ പറയുന്നത്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ എന്ന് വെച്ചാൽ നമ്മൾ ആരാ? നമ്മളാരാ? നിങ്ങളും കൂടെ വിശുദ്ധ സഹോദരന്മാർ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തതാ Called to share in the heavenly calling. പാർട്ടേക്കേഴ്സ് ഓഫ് ഷെയറേഴ്സ്. അതിൻ്റെ ആദ്യ ഭാഗം, we are called out people, we are called ones. നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. അതിൻ്റെ ആദ്യ ഭാഗം, ഓഹരിക്കാർ എന്നുള്ളതും സ്വർഗീയ വിളിയും നമുക്ക് രണ്ടാമതായിട്ട് മനസ്സിലാക്കാം. അതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ആരാണ്? വിളിക്കപ്പെട്ടവരാണ്. We are called out. We are summoned people. നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. നമ്മെക്കുറിച്ചുള്ള പുതിയ നിയമത്തിൻ്റെ ഒരു വലിയ ചിന്താഗതിയാണ്, ഒരു വലിയ കാഴ്ചപ്പാടാണത്. We are called out. വിശുദ്ധന്മാരെന്ന് നമ്മൾ കണ്ടതിനകത്ത് തന്നെ ഈ കാര്യമുണ്ട്. ദൈവിക ഉദ്ദേശത്തിനു വേണ്ടി വിളിക്കപ്പെട്ടവർ. സ്തോത്രം. വിളിക്കപ്പെട്ടവർ. ആ വിളിയെക്കുറിച്ച് പറയുന്നു, ഇറ്റ്സ് എ ഹെവൻലി കോളിംഗ്. ഇറ്റ്സ് എ ഹെവൻലി കോളിംഗ്. ഇത് എങ്ങനെയുള്ള വിളിയാണ്? സ്വർഗീയ വിളി. സ്വർഗീയ വിളി എന്ന് പറയുമ്പോൾ അതിന് രണ്ട് അർത്ഥമുണ്ട്. എ കോളിംഗ് ഫ്രം ഹെവൻ, എ കോളിംഗ് അൺടു ഹെവൻ. സ്വർഗത്തിൽ നിന്ന് ഉള്ള വിളി, സ്വർഗത്തിലേക്കുള്ള വിളി.
ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് സ്വർഗീയ വിളി. നമ്മെ വിളിച്ചത് സ്വർഗത്തിൽ നിന്നാണ്. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? We are called by heavenly God. We are called unto the heavenly God. സ്തോത്രം. സ്വർഗീയ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും സ്വർഗീയ ദൈവത്തിങ്കലേക്ക് വിളിക്കപ്പെട്ടവരുമാണ് നാം. സ്തോത്രം. 2 പത്രോസ് 1:10 ഒന്ന് വായിച്ചോളൂ. 2 Peter 1:10 മനഃപ്പാഠമായിരിക്കും നമുക്കൊരു പക്ഷേ. അതുകൊണ്ട് വിശുദ്ധന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പി. സ്തോത്രം. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും, സ്തോത്രം, ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പി. അവിടെയും നമ്മളെ സഹോദരന്മാരെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. We need to make sure of our calling because we are called with a purpose. സ്തോത്രം. അതും നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ വെച്ച് പഠിച്ചതാ. അതുകൊണ്ട് അതിനും ഇവിടെ കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഞാൻ നിന്റെ നാമത്തെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാ. ഞാൻ നിന്റെ നാമത്തെ നിന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. ആ സഭ, കോൺഗ്രിഗേഷൻ, അത് നമ്മൾ എക്ലേസിയ എന്ന പദത്തിൽ നിന്നും മനസ്സിലാക്കി. അന്നേരം നമ്മൾ ഇക്കാര്യം പഠിച്ചായിരുന്നു. എക്ലേസിയ മീൻസ് എ കോൾഡ് ഔട്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് എ സ്പെസിഫിക് പർപ്പസ് ആൻഡ് ഓൾസോ പൊസിഷൻ. പ്രത്യേകിച്ച് റോമൻ ലോകത്ത് നമ്മുടെ സഭയിലെ കമ്മിറ്റി പോലെ, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ എന്താണ് പറയുന്നത്, കൗൺസിൽ പോലെ, റോമൻ ലോകത്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങളുമൊക്കെ എടുക്കേണ്ടതിന് നാട്ടിലെ പ്രമുഖരെ പ്രത്യേകിച്ച് വിളിച്ച് ചേർക്കുന്ന യോഗങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിളിച്ചു ചേർക്കുന്ന, അതിൽ ഉൾപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദമായിരുന്നു ഈ എക്ലേസിയ. നമ്മെയും കർത്താവ് അതുപോലെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചന സഭയിൽ നിൽക്കുവാൻ ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വിളിയെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നമുക്ക് വേണം. എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? നാം വിളിക്കപ്പെട്ടവരാണ്. നാം വിളിക്കപ്പെട്ടവരാണെങ്കിൽ കർത്താവ് നമ്മെ എന്തിനായിട്ട് വിളിച്ചിരിക്കുന്നു? ഓർമ്മ കാണുമല്ലോ. The primary purpose of our calling and the ultimate purpose of our calling. അതിനിടയിലുള്ളതെല്ലാം നമ്മളങ്ങ് വിടുക, സമയമില്ല. What is the primary purpose of our calling? കർത്താവ് നമ്മെ വിളിച്ചതിൻ്റെ
പ്രാഥമികമായ ലക്ഷ്യം എന്താ? To present ourselves as a radiant light. To present ourselves കർത്താവായ To യേശു be with ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് സ്തോത്രം. 1 Corinthians 1:9, 1 കൊരിന്ത്യർ 1:9. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്ത. നമ്മെ വിളിച്ചിരിക്കുന്നതിന്റെ പ്രാഥമിക ഉദ്ദേശം ഇതാ: ഫെലോഷിപ്പ്, കൂട്ടായ്മ. സ്തോത്രം. ഇനി കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തന്നെ ആ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ വിളിയുടെ ഒന്നാം ഭാഗം, കർത്താവിൻ്റെ വിളിയുടെ 2-3 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്താ? മത്തായി 11:28. അത് നമുക്ക് മനഃപാഠമായ വാക്യ. മാത്യു 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ ആ. എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ എൻ്റെ അടുക്കൽ വരുവിൻ. കണ്ടോ? എൻ്റെ അടുക്കൽ വരുവിൻ. എ കോളിംഗ് അൺടു ഹിംസെൽഫ്. എൻ്റെ അടുക്കലേക്ക് വാ. പൗലോസ് അതാ പറഞ്ഞിരിക്കുന്നത്, ദൈവപുത്രന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം. We are called unto the fellowship. Christ calls us unto himself. സ്തോത്രം. Unto himself. അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത ലക്ഷ്യവും നമുക്കറിയാമല്ലോ. മർക്കോസ് 3:13 വാക്യത്തിൽ നമുക്കറിയാമത്. The purpose of electing the apostles. മർക്കോസ് 3:13. തന്നോട് കൂടെ ഇരിപ്പാൻ. അതിനു മുമ്പ് ഒരു ഭാഗമുണ്ട്. തുടക്കത്തിൽ വായിച്ചോ. പിന്നെ അവൻ മലയിൽ കയറി ആ. തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അടുക്കൽ വിളിച്ചു. കണ്ടോ? മത്തായി 11:28 കണ്ട അതേ ഭാഗം അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിലും നാം കാണുന്നു. അനന്തരം യേശു മലയിൽ കയറി, ശിഷ്യന്മാരുടെ വലിയ ഒരു പുരുഷാരം, ഒരു കൂട്ടം അവിടെ നിന്നതിൽ നിന്ന് തനിക്ക് ബോധിച്ചവരെ തൻ്റെ അടുക്കൽ വിളിച്ചു. അടുക്കലേക്ക് വിളിച്ച ഉദ്ദേശം വീണ്ടും അവിടെ പറയുന്നു, തന്നോട് കൂടെ ഇരിപ്പാൻ. സ്തോത്രം. തന്നോട് കൂടെ ഇരിക്കുക. തൻ്റെ അടുക്കൽ വിളിക്കുന്നു, തൻ്റെ കൂടെ ഇരുത്തുന്നു. സ്തോത്രം. സ്വർഗീയ വിളിയുടെ ലക്ഷ്യമായത്. ഇവിടുന്നാണ് നമ്മുടെ വിളി തുടങ്ങുന്നത്. അതിങ്ങനെ അങ്ങ് വർദ്ധിച്ച് വരികയാണ്. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? പ്രൈമറി പർപ്പസ് ഓഫ് അവർ കോളിംഗ് ടു ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക്, ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ വസിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. What is the ultimate purpose now? To share with To share with him what?
ഓഹരിക്കാരാണ്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാര്. എന്തിന്റെ ഓഹരി? നിത്യതയുടെ ഓഹരിയിലേക്ക്, എന്തോ? എറ്റേണിറ്റിയുടെ ഇറ്റേണിറ്റിയുടെ നിത്യതയുടെ ഓഹരി. ഓഹരിക്കാർ. ഇറ്റേണിറ്റിയുടെ ഓഹരിക്കാര്. ഓക്കെ. Is it glory? To വിത്ത് present ഗ്ലോറി. യെസ്, തേജസ്, തേജസ്. himself. അതെ, അതെ. രണ്ട് തെസ്സലോനിക്കർ 2:13. സെക്കൻഡ് തെസ്സലോനിക്കൻസ് 2:13. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. രക്ഷയ്ക്കായി നമ്മെ ദൈവം വിളിച്ചു. ഇനി അതെന്തവാ? അടുത്ത വാക്യവും കൂടെ 14. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. രക്ഷയ്ക്കായി ദൈവം നമ്മെ വിളിച്ചു എന്ന് പറയുമ്പോൾ അത് വിശദീകരിക്കുന്നു. രക്ഷ എന്ന് വച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക എന്നാണ്. സ്തോത്രം. സാൽവേഷൻ ഈസ് ഡിഫൈൻഡ് ഹിയർ. വാട്ട് ഈസ് ഇറ്റ്? ഷെയറിംഗ് or to receive the glory of Christ. ദൈവത്തിൻ്റെ മഹത്വം പ്രാപിക്കുക. ഇതാണ് നമ്മെക്കുറിച്ച് നമ്മുടെ വിളിയുടെ പിൻപിലെ ആത്യന്തികമായ ലക്ഷ്യം. ഇന്ന് വൈകുന്നേരത്ത് ഒരു ദൈവദാസൻ ഇവിടെ എത്തി. ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറച്ചാൾ മുമ്പ് മുതൽ ഞങ്ങൾ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കണ്ടു, സംസാരിച്ചു. ഒരു അക്രൈസ്തവനായിരുന്നു. ഇവിടുത്തുകാരനാണ്, ലോക്കൽ മുംബൈക്കാരന്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഹിന്ദു ആയിരുന്നു. ഞാനിങ്ങനെ വളർന്ന് വന്ന് ഒരു ടീനേജ് പ്രായമൊക്കെ കഴിഞ്ഞപ്പം ചിന്തിക്കാൻ തുടങ്ങി, എന്തിനായി ദൈവത്തെ വിളിക്കുന്നത്? പല രൂപത്തിലും ഭാവത്തിലും എല്ലാ മതങ്ങളിലും ദൈവവിശ്വാസം കൊണ്ട് ദൈവത്തെ വിളിക്കുന്നു. എന്തിനാ ദൈവത്തെ വിളിക്കുന്നത്? നമ്മൾ ചത്തുപോകല്ലോ, മരിക്കാനിരിക്കുന്നവരല്ലേ. മരിക്കുന്നതോടുകൂടെ സകലം അവസാനിക്കും. പിന്നെ ഈ കൊച്ചു കാലത്തേക്ക് എന്തിനാ ഈ ദൈവനും ഒക്കെ? ലോകത്തിലേക്ക് അങ്ങ് ഇറങ്ങി ഈ ജീവിതം അങ്ങ് അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് ജീവിച്ചുകൂടെ? മരണം കൊണ്ടെല്ലാം തീരുമല്ലോ. എനിക്ക് സൗഖ്യം വേണമെങ്കിൽ ഡോക്ടേഴ്സ് ഉണ്ട്. എനിക്ക് പഠിക്കണമെങ്കിൽ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ എല്ലാം ലോകത്തിലുണ്ട്. ഇതിനൊന്നും ദൈവത്തിൻ്റെ ആവശ്യം ഇല്ല. ഇതിനൊന്നിനും ദൈവത്തിൻ്റെ ആവശ്യമില്ല. ദൈവം ഉള്ളവർക്കും രോഗം വരുന്നു, ഇല്ലാത്തവർക്കും രോഗം വരുന്നു. ദൈവവിശ്വാസികളും മരിക്കുന്നു, അല്ലാത്തവരും മരിക്കുന്നു. പിന്നെ തന്നിങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ദൈവത്തെയൊക്കെ വിട്ടു, ലോകത്തിലേക്ക് ഇറങ്ങി, ലോകപ്രകാരം ജീവിക്കാൻ തുടങ്ങി. ഈ ഒരു ആശയമാ തൻ്റെ മനസ്സിൽ. മരണം കൊണ്ടെല്ലാം തീരുമെങ്കിൽ പിന്നെന്തിന് ഈ ഭക്തിയും വിശ്വാസവും ജീവിതവും ഒക്കെ? സ്തോത്രം. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അകത്തെ ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നു. മരണത്തിനപ്പുറം എന്ത്? ഇന്ന് ഞാൻ മരിച്ചാൽ ആ ഒരു ചിന്ത അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി. അദ്ദേഹത്തെ അലട്ടിയപ്പോൾ പല മതങ്ങളിലേക്ക് അദ്ദേഹം തിരിഞ്ഞു.
മതഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങി. ഒന്നിൻ്റെ അല്ല, പലതിൻ്റെയും. ഒടുവിൽ കുഴച്ചിൽ കൂടിയതേ ഉള്ളൂ. ആ ദൈവമാണോ ഈ ദൈവമാണോ സത്യദൈവം? ഒടുവിൽ അദ്ദേഹം ദൈവശബ്ദം കേട്ടു അത്രേ. സ്തോത്രം. യേശു കർത്താവ് തനിക്ക് പ്രത്യക്ഷനായി തന്നോട് സംസാരിച്ചു. പറഞ്ഞു തന്നെ സാരം, ഈ ലോകത്തിലെ സൗഖ്യവും പണവും ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നമ്മുടെ ഭക്തിയുടെ ലക്ഷ്യമെങ്കിൽ, സ്തോത്രം, അതിനുവേണ്ടി ദൈവം നമ്മളെ ഇങ്ങനെ വലിയൊരു പദ്ധതിയൊക്കെ തയ്യാറാക്കി അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവയ്ക്കപ്പുറം നമുക്ക് ഇന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ നൽകിത്തരുന്നതിനപ്പുറം, നമ്മുടെ താൽക്കാലികമായ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനപ്പുറം എന്തുണ്ട്? ദൈവം നമ്മെ വിളിച്ചതിൻ്റെ പിൻപിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നാം ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുക. സ്തോത്രം. ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുക. യേശുക്രിസ്തുവിനോട് നമ്മൾ അനുരൂപരായി തീരുക. ഇത് വേറെ എങ്ങും കിട്ടത്തില്ല. ഇതിനു വേണ്ടി മാത്രമാണ് യഥാർത്ഥ ഭക്തൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നത്. അവന് വേറെ ഒന്നും വേണ്ട. പക്ഷെ ഇന്ന് സഭയ്ക്കകത്ത് അധികവും ജഡീകന്മാരായതുകൊണ്ട് ഈ ലക്ഷ്യത്തിൽ നിന്നും അകന്നുപോയി. താൽക്കാലിക നേട്ടങ്ങൾ ലക്ഷ്യങ്ങളായി. ഇന്നലെ നമ്മൾ സംസാരിച്ചു ഇരുന്നത് പോലെ ഭൗതികമായ ലക്ഷ്യങ്ങളിലേക്ക് മനുഷ്യർ വഴുതി വീണു. അരുത്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, നമ്മൾ ആരാണ്? 3 കാര്യങ്ങൾ. 1, സ്തോത്രം, ഒന്ന് പറയാമോ? 1, വിശുദ്ധരാണ്. വിശുദ്ധന്മാരാണ്. 2, സഹോദരന്മാർ. സ്തോത്രം, സഹോദരന്മാർ. 3, സ്വർഗീയ വിളിക്കോഹരിക്ക. സ്തോത്രം. എന്ന് വെച്ച് നമ്മളതിനെ കുറിച്ച് ഇപ്പോൾ കണ്ടത് വിളിക്കപ്പെട്ടവർ. വിളിക്കപ്പെട്ടവർ. സ്തോത്രം. അവിടെ നമ്മെ വിളിച്ചത് പ്രാഥമികമായി കൂട്ടായ്മയ്ക്ക് വേണ്ടി, ആത്യന്തികമായി ക്രിസ്തുവിനോട് നമ്മൾ അനുരൂപപ്പെടുവാൻ, ക്രിസ്തുവിൻ്റെ മഹാത്മ്യം നമുക്ക് പ്രാപിപ്പാൻ. സ്തോത്രം. നമ്മെ തന്നെ നമുക്ക് ഈ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മെ സ്നേഹിതന്മാരെന്ന് വിളിക്കുന്ന, സഹോദരന്മാരെന്ന് വിളിക്കുന്ന, സ്തോത്രം, അതിനുവേണ്ടി തൻ്റെ പ്രാണനെ പ്രായശ്ചിത്തമായി ക്രൂശിന്മേൽ ഒഴുക്കിയ നമ്മുടെ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ, ആ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.